പൊന്നാരൻ്റെ ചങ്ങായിമാരെ, നമ്മുടെ വരോട് പൂരത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഉത്സവങ്ങൾക്ക് കുട്ടികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സംഗതിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു. ഈ ടെഡി ബിയർ ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ മനസ്സും കീഴടക്കിയ ഒന്നാണ്. ചന്തമുള്ള പേര് കേട്ട തലയെടുപ്പുള്ള ഒരുപാട് കാളകള് നമ്മുടെ വരോട് പൂരത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഈ ചങ്ങായി എന്താ ചിരിക്കാൻ വേണ്ടി വല്ല ഗുളികയും കഴിച്ചുകൊള്ളു. ഈ ചങ്ങായി ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കൊട്ടിയോണ്ടിരിക്കുക. അത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി. സ്വന്തം നാട്ടിൽ പൂരമായിട്ടാണെങ്കിലും അവിടെ വന്ന ജനങ്ങളുടെ മനസ്സും വയറും നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട് കാലത്ത് ഇവർ കാണിച്ച ഈ ഒരു പ്രവൃത്തി അംഗീകരിക്കാതിരിക്കാൻ അവിടെ വന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം നിറച്ച് സംഭാരം കൊടുത്തത് വരോട് അത്താണി ശിവക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. എന്തായാലും ഈ ചൂട് കാലത്ത് അവരങ്ങനെ ചെയ്തതിൽ അവരെ അഭിനന്ദിക്കണം. ഉത്സവം എന്തായാലും എല്ലാവരും തലക്ക് പിടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എത്ര വെയിലുണ്ടെങ്കിലും കൊല്ലത്തിൽ ഒരു വട്ടം കിട്ടുന്ന ഈ പൂരം എല്ലാവരും നല്ലപോലെ ആഘോഷിച്ചു. വെയിലാണെങ്കിലും ചൂടാണെങ്കിലും തിരക്കിന് യാതൊരു കുറവുണ്ടാകില്ല. നല്ല പോലെ ക്രൗഡ് പൂരത്തിനുണ്ടായിരുന്നു. വൈകുന്നേര സമയത്ത് പൂരം കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു. നിങ്ങളുടെ നോക്കിയ ചെങ്ങായിമാരെ, അത് ഇങ്ങനെ നിൽക്കണ കാണാൻ വല്ലാത്തൊരു ചന്തം തന്നെ അല്ലേ. പൊന്നാരന്റെ ചെങ്ങായിമാരെ, ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് പറയാറില്ലേ, വരോട്ടാര് വെറൈറ്റി വിട്ടിട്ട് യാതൊരു കളിയില്ല. കാളകളുടെ ഒക്കെ വലുപ്പം പെരുമയൊക്കെ മാറിയത് കൊണ്ട് പണ്ടത്തെ പോലെ തള്ളിയിട്ടും മുന്തിയിട്ടും ഒന്നും ഈ സാധനം അമ്പലത്തിന്റെ മുമ്പ് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കണ്ട. അതിനൊക്കെ വേണ്ടിയിട്ട് ചെങ്ങായിമാരെ ഇവരൊക്കെ പുതിയ സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ട്. പാടത്ത് മാത്രമല്ല, ഞങ്ങൾക്ക് റോട്ടിലും പിടിയുണ്ട് എന്ന് പറഞ്ഞ് ട്രാക്ടറുകളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചെങ്ങായിമാരതൊക്കെ തള്ളിയാ പോണ്ടേ. വാദ്യോപകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഉത്സവ പ്രേമികളുടെ മനം കവരാൻ വേണ്ടിയിട്ട് കൊടുത്ത കായ്ക്ക് പണിയെടുക്കുന്ന ശിങ്കാരിമേളക്കാരും പേരും പെരുമയുമുള്ള തമ്പോലക്കാർ ഇന്ന് നമ്മുടെ വരോട് പൂരത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വെടിക്കെട്ടില്ലെന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു. ഈ പാടത്തെ കണ്ടല്ലോ, നിറച്ചു ആൾക്കാരായിരുന്നു. കൃത്യം 9 മണിയോട് കൂടി വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോണ്ട് ഒരു കൂട്ടം യുവാക്കളവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഏത് ദുനിയാവെന്ന് വന്നാന്ന് ഞമ്മക്കറിയൂല. ഓരെ കണ്ടോണ്ടെന്നറിയില്ല, ഇടക്കിടക്ക് ആംബുലൻസുകളൊക്കെ ആയിക്കൂടെ അങ്ങനെ ചീറി പാഞ്ഞു പോകണ്ടാന്ന്. ഈ പൂരം നേർച്ചയൊന്നും നമ്മൾ മാത്രം വിചാരിച്ചാൽ ഇത്ര കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇത്രത്തോളം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ്. നിങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാ ചങ്ങന്മാരും പിന്നാലെ കുടിക്കോളി, നിങ്ങൾക്കും കാര്യം ഉണ്ടാവും.